കൊച്ചിയിലെ വാഹനാപകടം സ്വമേധയാ കേസെടുത്ത ഹൈക്കോടതി കേസ് പരിഗണിക്കുകയാണ്. സ്വകാര്യ ബസ് ഇടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചത് ഞെട്ടിക്കുന്ന സംഭവമെന്ന് കോടതി പറയുന്നു. ഇനിയൊരു മരണം അനുവദിക്കാനാവില്ല എന്ന് കോടതി. വിശദാംശങ്ങളുമായി AT അശ്വതി ചേരുന്നു. അശ്വതി, വളരെ ഗൗരവത്തോടെയാണ് ഈ വിഷയം കോടതി കാണുന്നത്. സ്വകാര്യ ബസ് ഇടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരണം സംഭവിച്ചത് ഇന്ന് രാവിലെയാണ്. എന്താണ് കോടതി ഇക്കാര്യത്തിൽ നൽകുന്ന നിർദ്ദേശം, നിരീക്ഷണം? അപ്പോൾ ഈ അപകടത്തിന് ശേഷം ഈ സിറ്റിയിലെ മുഴുവൻ അശ്വതി, എന്താണ് ഇക്കാര്യത്തിലുള്ള കോടതിയുടെ നിരീക്ഷണം, എന്താണ് നിർദ്ദേശവും? ഫിജി, ഒരിക്കൽ കൂടി ചോദിക്കാവോ? കൊച്ചിയിലെ വാഹനാപകടത്തിൽ സ്വമേധയാ കോടതി കേസെടുത്തിരിക്കുന്നു. ഇക്കാര്യത്തിലുള്ള കോടതിയുടെ നിർദ്ദേശവും നിരീക്ഷണവും എന്താണ്? കോടതി ഈ വിഷയം വളരെ ഗൗരവതരമായിട്ടാണ് എടുത്തിരിക്കുന്നത്. കൊച്ചിയിൽ വാഹനാപകടത്തിൽ സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ്. ഈ വിഷയമാണ് കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വകാര്യ ബസ് ഇടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചത് ഞെട്ടിക്കുന്ന സംഭവമെന്നാണ് കോടതിയുടെ പരാമർശം. അതോടൊപ്പം തന്നെ റോഡിൽ ഇനിയൊരു മരണം അനുവദിക്കാനാകില്ലെന്നും കോടതി പറഞ്ഞു. കർശന നടപടി വേണമെന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ DCP നേരത്തെ കൊച്ചിയിലെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഒരു നിർദ്ദേശം നൽകിയിരുന്നു. ഈ വാഹന നിയന്ത്രണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, വാഹനങ്ങളുടെ സ്പീഡ് ഒക്കെ തന്നെയായി ബന്ധപ്പെട്ടുകൊണ്ട് ആ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നാണ് ഇപ്പോൾ ജസ്റ്റിസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുവരെ അത് പാലിച്ചില്ല. അതുകൊണ്ട് ഇനിയും ഒരു മരണം ഉണ്ടാകാൻ സമ്മതിക്കരുത്. അതുകൊണ്ട് എത്രയും വേഗം ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ, നിലവിലുള്ള നിർദ്ദേശങ്ങൾ തന്നെ കർശനമായി പാലിക്കപ്പെടണം എന്നാണ് ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇത് സിറ്റിയിലെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇത് ബാധകമാണ്. അതുകൊണ്ട് തന്നെ പോലീസ് സേനയെ ആകെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു നിരീക്ഷണം തന്നെയാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഫിജി, കൊച്ചിയിലെ വാഹനാപകടത്തിൽ ബൈക്ക് യാത്രക്കാരൻ മരിച്ചത് ഞെട്ടിക്കുന്ന സംഭവമെന്ന് കോടതിയുടെ നിരീക്ഷണം. റോഡിൽ ഇനിയൊരു മരണം അനുവദിക്കാനാകില്ല എന്നും കോടതി.